ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ ഭഗവാന് നിവേദിക്കും മുൻപ് മന്ത്രിക്ക് സദ്യ വിളമ്പിയ സംഭവത്തിൽ പ്രായശ്ചിത്തം ചെയ്യാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അനുമതി നൽകി. തന്ത്രിയുടെ സമയം നിശ്ചയിച്ച് പ്രായശ്ചിത്ത കർമ്മങ്ങൾ നടത്തുമെന്ന് ക്ഷേത്രോപദേശക സമിതി അറിയിച്ചു. ഷിജോ കുര്യൻ വിവരങ്ങളുമായി. ഷിജോ, സെപ്റ്റംബറിലാണെന്ന് നടന്നത്, നമുക്ക് ഓർമ്മയുണ്ട്, അത് വലിയ വിവാദമായി മാറി. പിന്നീട് മന്ത്രി ഒപ്പം തന്നെ ദേവസ്വം ബോർഡൊക്കെ അതിനെ തള്ളിക്കൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. ഇതിന് പിന്നിലൊരു ഗൂഢാലോചനയുണ്ട്. തന്ത്രിയാണ് സദ്യ വിളമ്പിയത്. ഇപ്പോൾ ഈ കാലം കുറച്ച് കഴിഞ്ഞിട്ടത് ഉന്നയിക്കുന്നതിന് പിന്നിൽ ഗൂഢാലോചനയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഒടുവിൽ പ്രായശ്ചിത്ത കർമ്മങ്ങളിലേക്ക് പോവുകയാണ് അല്ലേ? അതെ അനുജ, ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നുണ്ടായ വിവാദം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രി വി എൻ വാസവൻ തന്നെ പിന്നീട് അതിനകത്ത് ഒരു ദുരൂഹത സംശയിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരികയും ചെയ്തതാണ്. അപ്പോൾ ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭഗവാന് നിവേദിക്കുന്നതിന് മുൻപ് ദേവസ്വം മന്ത്രിയായിരുന്ന വി എൻ വാസവനും മറ്റുള്ള VVIPകൾക്കും നിവേദ്യം ആദ്യം വിളമ്പിയത് വലിയ തരത്തിലുള്ള തെറ്റാണ്. അത് അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് താന്ത്രിക വിധി പ്രകാരം ചേർന്നതല്ല എന്നുള്ള കാര്യമൊക്കെ പിന്നീട് തന്ത്രി അടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ അത് വിവാദമാവുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്യണം എന്നുള്ള നിർദ്ദേശമൊക്കെ തന്ത്രി മുന്നോട്ട് വെക്കുകയും ചെയ്തതാണ്. അതിനകത്താണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശപ്രകാരം പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുമതി നൽകിയിരിക്കുന്നത്. പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്യാം എന്നുള്ള അറിയിപ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രോപദേശക സമിതിയെ അറിയിച്ചിട്ടുണ്ട്. അതുപ്രകാരം തന്ത്രിയുടെ സമയം ലഭിക്കുന്ന മുറയ്ക്ക് ഉടൻ തന്നെ പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്യും. അതിനകത്ത് പ്രധാനമായിട്ടും പ്രായശ്ചിത്തം ചെയ്യാനായിട്ട് പറയുന്നത് ക്ഷേത്രോപദേശക സമിതിയും ഈ പറയുന്ന ഈ വള്ളസദ്യ സേവാ സംഘവും നാട്ടുകാരും ചേർന്ന് ക്ഷേത്രത്തിന് ചുറ്റും നടന്ന് ശ്രീകോവിലിന് മുമ്പിൽ ഈ പറയുന്ന പിടിപ്പണം സമർപ്പിക്കണം. അതിനുശേഷം ഒരു പറ അരിയുടെ നിവേദ്യം ഭഗവാന് സമർപ്പിച്ച് 12 പറയുടെ അരി കൊണ്ട് ഭക്തർക്ക് നിവേദ്യം നൽകണം എന്നുള്ള കാര്യമാണ് പ്രായശ്ചിത്തമായിട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് തന്ത്രിയുടെ സമയം ലഭിക്കുന്ന മുറയ്ക്ക് ഉടൻ തന്നെ ചെയ്യും. എന്തായാലും വലിയ വിവാദമായൊരു സംഭവമാണ്. അതിനകത്താണ് ഇപ്പോൾ പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുമതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രോപദേശക സമിതിക്ക് നൽകിയിട്ടുള്ളത്. അനുജ, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.